സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. സങ്കീർത്തനം 49 അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. സമ്പത്തിൻ്റെ നശ്വരത. ജനതകളെ ശ്രദ്ധിക്കുവീൻ, ഭൂവാസികളെ ചെവിയോർക്കുവീൻ. എളിയവരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്നുപോലെ കേൾക്കട്ടെ. എൻ്റെ അധരങ്ങൾ ജ്ഞാനം പ്രഘോഷിക്കും, എൻ്റെ ഹൃദയം വിവേകം മന്ത്രിക്കും. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു. ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിന് ഭയപ്പെടണം? അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്. എത്രയായാലും അത് തികയുകയുമില്ല. എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ? ജ്ഞാനി പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി, തലമുറകളോളം അവരുടെ വാസസ്ഥാനം. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും. വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ. ആടുകളെപ്പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ. നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും. അവരുടെ രൂപം അഴിഞ്ഞു പോകും. പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം. എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും. അവിടുന്ന് എന്നെ സ്വീകരിക്കും. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല. അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല. ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും. ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മൃഗങ്ങളെപ്പോലെ അവൻ നശിച്ചു പോകും. ദൈവജനമേ, സങ്കീർത്തനം 49 അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ധനം, അധികാരം, പ്രശസ്തി എന്നിവ മനുഷ്യൻ്റെ അന്തിമ രക്ഷയ്ക്കോ സ്ഥിരമായ സുരക്ഷയ്ക്കോ കാരണമാകില്ല എന്നതാണ്. ഭൂമിയിലെ ഏറ്റവും സമ്പന്നനും ഒരു ദിവസം മരണം നേരിടേണ്ടി വരും. അപ്പോൾ ഒന്നും കയ്യിലെടുത്തിട്ട് പോകാൻ കഴിയുകയില്ല. ജീവനും മരണത്തിനും മീതെയുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്. അതിനാൽ മനുഷ്യൻ തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ദൈവത്തെ ആശ്രയിക്കണമെന്നതാണ് ഈ സങ്കീർത്തനം നൽകുന്ന ആഴമുള്ള സന്ദേശം, പാഠം. ദാവീദിൻ്റെ സ്വഭാവം ഈ സങ്കീർത്തന ഭാഗത്ത് നമുക്ക് തെളിഞ്ഞു കാണുവാൻ സാധിക്കും. ഭൗതിക കാര്യങ്ങൾ താൽക്കാലികമാണെന്നും യഥാർത്ഥ വിശ്വാസവും രക്ഷയും ദൈവത്തിലാണെന്നും ദാവീദ് തിരിച്ചറിഞ്ഞിരുന്നു. ഭയപ്പെടാതെ സത്യത്തെ പ്രസംഗിച്ച ധീരനായ ദൈവദാസനായിരുന്നു ദാവീദ്. സമ്പന്നർക്കും ദരിദ്രർക്കും ഒരുപോലെ ഒരു മുന്നറിയിപ്പ് ഇവിടെയുണ്ട്. ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ് സഹോദരങ്ങളെ. ജീവൻ്റെ മൂല്യം സ്വർണത്തിലോ വെള്ളിയിലോ ബംഗ്ലാവിലോ സ്ഥാനമാനങ്ങളിലോ ബാങ്ക് ബാലൻസിലോ അല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. ഇന്നത്തെ ലോകത്തും നമ്മുടെ കാലഘട്ടത്തും ഇത് വളരെ ബാധകമാണ്. വലിയ ബാങ്ക് ബാലൻസൊക്കെ ഉണ്ടെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെട്ടവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ചിലർ ജീവിതം മുഴുവനും പണം ഉണ്ടാക്കാനായി ചെലവഴിക്കും. എന്നാൽ ഒരു രോഗമോ പ്രതിസന്ധിയോ വന്നാൽ ആ സമ്പത്ത് അവരെ രക്ഷിക്കുകയില്ല എന്നത് ഒന്നാം സ്ഥാനം സമ്പത്തിന് നൽകിയുള്ള പരക്കം പാച്ചിലിൽ തിരിച്ചറിയാറില്ല പലപ്പോഴും. അപ്പോഴും
നാവിൽ ദൈവമുണ്ടാവും, പള്ളിയിൽ പോകുന്നുണ്ടാവും, എന്നാൽ ഹൃദയത്തിൽ ദൈവമില്ലെങ്കിൽ എന്ത് പ്രയോജനം സഹോദര സഹോദരി? മറുവശത്ത് ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും സ്ഥാനമാനങ്ങളൊന്നുമില്ലെങ്കിലും നല്ല സമാധാനവും സന്തോഷവും അനുഭവിക്കാനാകും. ഒരു രാത്രിയിൽ എല്ലാ രാത്രിയിലും സുഖമായിട്ട് മരുന്നൊന്നും കഴിക്കാണ്ട് വളരെ കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും, പീസ്ഫുള്ളായിട്ട്. പുതിയ നിയമത്തിൽ മർക്കോസ് 8:36 ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലോകം മുഴുവൻ സ്വന്തമാക്കിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യന് എന്ത് ലാഭം? സഹോദര സഹോദരി, ഇന്ന് നമ്മളുടെ ആത്മാവിനെ ദൈവം ചോദിക്കുകയാണെങ്കിൽ നാം എവിടെയായിരിക്കും? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. സങ്കീർത്തനം 49 പറയുന്ന സന്ദേശം തന്നെയാണ് ക്രിസ്തു വീണ്ടും ശക്തമായി പുതിയ നിയമത്തിൽ ഉറപ്പിച്ച് നമ്മൾക്ക് നൽകുന്നത്. മനുഷ്യരുടെ ആത്മാവിനെ വിടുവിക്കാൻ വന്നത് യേശു തന്നെയാണെന്ന് ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ട് കർത്താവാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം, യാതൊരു സംശയവും വേണ്ട. ദൈവജനമേ, നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സമ്പത്ത്, അധികാരം, സ്ഥാനമാനങ്ങൾ ഇവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമേ. ദൈവം തരുന്ന ദാനങ്ങളെ ദൈവമക്കളുമായി പങ്കുവച്ചില്ലെങ്കിൽ ദൈവം അത് പങ്കുവെപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ വഴിയിൽ നമ്മെ നടത്തിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസമാണ് നമ്മെ നിലനിർത്തുന്നത്. ഏത് പരീക്ഷണവും വന്നാലും അവിടുത്തെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവം നമ്മുടെ ആത്മാവിനെ വിലമതിക്കുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ യു ആർ പ്രഷ്യസ്, യു ആർ മൈൻ എന്ന് പേര് ചൊല്ലി വിളിച്ച ആ അപ്പനാണ് നമ്മുടെ ദൈവം. അവിടെ ആ സന്നിധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ഒരിക്കലും ഏകാന്തത അനുഭവിക്കാൻ ആയിട്ട് ദൈവം അനുവദിക്കുകയില്ല. അവിടുത്തെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഏകാഗിയാവുകയില്ല എന്ന വചനം ഹൃദയത്തിൽ വീണ്ടും വീണ്ടും നമുക്കുരുവിടാം. സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മൾ ഒരുങ്ങേണ്ട സമയം ഇതാണ്. പരിശുദ്ധമായ ജീവിതചര്യ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തയ്യാറെടുപ്പ്. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാം, പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്താം, പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ നടക്കാം, കാരുണ്യം പ്രകടിപ്പിക്കാം, സഹജീവികളോട് സ്നേഹത്തിലും കരുണയിലും നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാം. അപ്പോൾ കർത്താവിൻ്റെ വരവ് നമുക്ക് ഭയപ്പെടേണ്ട ദിനമായിരിക്കുകയില്ല, പ്രത്യുത ആഘോഷിക്കേണ്ട ദിനമായി മാറും. തിരിച്ചറിയാം, തിരുത്താം, ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക്. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, സങ്കീർത്തനം 46 ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വെറുതെ ഇരുന്നാൽ മതി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.